SNDP നേതാവ് കെ മഹേഷിന്റെ ആത്മഹത്യയിൽ വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്യുന്നു. വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കേസന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ CIS രാജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. കാരണം 32 പേജുള്ള ആത്മഹത്യക്കുറിപ്പിലടക്കം ധാരാളം പരാമർശങ്ങൾ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? എപ്പോഴാണ് അന്വേഷണ സംഘം കണിച്ചുകുളങ്ങര അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്? ശരണ്യയുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകൾ. ശരണ്യയിലേക്ക് വരാം. കെ മഹേഷിന്റെ ആത്മഹത്യാ കേസിൽ വെള്ളാപ്പള്ളി നടേശനെയും ഭാര്യയെയും ചോദ്യം ചെയ്യുകയാണ്. ശരണ്യക്ക് തുടരാം. അശ്വതി, മറ്റൊരു സുപ്രധാനമായ കാര്യം, അതായത് ഈ കേസിൽ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം തന്നെ പ്രീതി നടേശനെയും ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് മരണത്തിന് തൊട്ട് മുമ്പ് വരെ നടേശൻ മഹേശൻ വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിൽ ആത്മഹത്യ പ്രേരണ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ താൻ വീടിന് മുന്നിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നത്. മാത്രമല്ല, ആത്മഹത്യ കുറിപ്പിലടക്കം പ്രീതി നടേശനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം പ്രീതി നടേശന് അറിയാമെന്നുള്ളതിനെ സംബന്ധിച്ച പരാമർശവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഈ വിഷയത്തിനകത്ത് പ്രീതി നടേശനെയും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വനിതാ പോലീസുകാരടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, 32 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് ഈ വെള്ളാപ്പള്ളി നടേശനും ഒപ്പം തന്നെ മാനേജർ KL അശോകനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ആരോപണം ഉണ്ടായിരുന്നത്. ആത്മഹത്യ ചെയ്ത മുറിയിൽ ഒട്ടിച്ചിരുന്ന കുറിപ്പിലും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ 2 ദിവസമായി നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ മാനേജറെ 2 ദിവസമായി ദീർഘമായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 50ഓളം യൂണിയൻ നേതാക്കളുടെ മൊഴിയെടുത്ത ശേഷമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് മാരാരിക്കുളം CI നമ്മളോട് വ്യക്തമാക്കിയത് അന്വേഷണം അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി സാമ്പത്തികമായി ബന്ധപ്പെട്ട ചില രേഖകൾ അടക്കം പരിശോധിക്കാനുണ്ട്. എന്തായാലും ഇപ്പോൾ കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ വെള്ളാപ്പള്ളി നടേശനെയും ഭാര്യ പ്രീതി നടേശനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി സിങ്ക് കണ്ടത്ത് കാട്ടാനയുടെ ആക്രമണത്തിന് പരിഹാരമായില്ല. കഴിഞ്ഞ 8 ദിവസമായി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ആന ഏക്കർ കണക്കിന് കൃഷിവിളകൾ നശിപ്പിച്ചു. ആനപ്പേടിയിൽ കർഷകർ വാഴകൾ വെട്ടി നശിപ്പിക്കുകയാണ്. ഏലത്തോട്ടങ്ങളിലെ ജോലിയും നിർത്തിവെച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.